ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ യൂട്യൂബിൽ നിന്നാണെങ്കിലും പലതരം ആപ്ലിക്കേഷനുകളിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെയിറ്റിംഗ് ഫോർ വൈഫൈ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മുതൽ നിങ്ങളുടെ വീഡിയോ ഇതേപോലെ സ്റ്റക്കായി വെയിറ്റിംഗ് ഫോർ വൈഫൈ എന്ന് പറഞ്ഞിട്ട് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പലതും വാട്സപ്പ് എന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കൊരു മെസ്സേജ്, ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് കാണിച്ചു തരും. അവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോകുക. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരിക. അതായത് വെയിറ്റിംഗ് ഫോർ വൈഫൈ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന് നിൽക്കുക, ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുക. അപ്പൊ ഞാനിവിടെ ലൈവായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിവിടെ നെറ്റ് വൈഫൈ ഓൺ ആക്കിയിട്ടുണ്ട്. വൈഫൈ ഓൺ ആണ്, അതുപോലെ തന്നെ ഡാറ്റ രണ്ടും ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നേരെ പോയിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ ഡ്രൈവിൽ ഞാനൊരു ഫയല് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. കണ്ടില്ലേ, ഇവിടെ അപ്ലോഡിങ് കാണിക്കുന്നുണ്ട്. അത് അപ്ലോഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം ഞാനിവിടെ വൈഫൈ ഓൺ ആക്കിയത് കൊണ്ടാണ്. ഇനി ഞാൻ വൈഫൈ ഓഫ് ചെയ്തു. വൈഫൈ ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഫയല് അതിലേക്ക് അപ്ലോഡ് ആവില്ല. അതും ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ വെയിറ്റിംഗ് ഫോർ വൈഫൈ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഇതിന്റെ മുകളിലുള്ള 3 ലൈൻസ് കാണുന്നില്ലേ, ഗൂഗിൾ ഡ്രൈവിന്റെ മുകളിലെ 3 ലൈൻസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡാറ്റ യൂസേജിൽ ട്രാൻസ്ഫർ ഫയൽസ് ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് ടേൺ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഇവിടെ കാണിക്കുന്നതിന്റെ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ആവാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ആവാനോ പാടുള്ളൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അത് അപ്ലോഡ് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, വൈഫൈ ഓഫ് ചെയ്യാണ്. വൈഫൈ ഓഫ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്.